ഒരു ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒരു സപ്പോർട്ട് വേണം. ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീട്ടിലൊന്നും ഓണമില്ല, ഈ പ്രാവശ്യം ഓണമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ധോണിയിലാണ് ആളുടെ വീട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് കേട്ടോ. അതായത് ആളുടെ വീട്ടിൽ ഹസ്ബൻഡും ആളുടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളെന്താ വെച്ചാൽ അവിടെ ഒന്നും പോയി നിൽക്കാറില്ല കേട്ടോ, അധികം പോയി നിൽക്കാറില്ല. കാരണം എന്തെങ്കിലും എമർജൻസി പറഞ്ഞാൽ നമ്മൾക്ക് ഓടി വരാവുന്ന ദൂരത്തിലല്ല കേട്ടോ, കാരണം ഒരുപാട് ഉള്ളിലേക്കാണ് വീട്. അപ്പോൾ നമ്മളിന്ന് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ നോക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് ആമ്പൂരിലുള്ള പാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പാമ്പേഴ്സ് എടുത്ത് പിന്നെ പച്ചക്കറി കാര്യങ്ങൾ അങ്ങനെ എല്ലാം നമുക്ക്, അതായത് ഉപ്പ് തൊട്ടുള്ള കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനിവിടെ പച്ചക്കറി നോക്കുന്നുണ്ട്, ആൾ കുറച്ച് അപ്പുറത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേ അമ്പുട് ഈ ഒരു സാധനത്തിൽ ഇരുന്നിട്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ആൾക്ക് പുറത്ത് വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഉണ്ണിക്കുട്ടനും പൊന്നും ഉണ്ട് കേട്ടോ, അതായത് ചീസിൻ്റെ 2 കുട്ടികളാണ്. അപ്പോൾ അവർ കൂടെ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ അവിടെ ഒരു സമ്മാനക്കൊപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കാറെങ്ങാനും കിട്ടിയാലോ. അപ്പോൾ നമ്മളിത് ബലൂണൊക്കെ കുറച്ച് കിട്ടി. അമ്പളൂന് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ആൾ ഭയങ്കര കളിയാണ്. പിന്നെ നമ്മൾ അതും പിടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് അപ്പുറത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഓട്ടോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ തിരിച്ചിറങ്ങി അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് നല്ല വിശപ്പുണ്ട്, കാരണം ഏകദേശം 3 മണി ആവാറായിട്ടുണ്ടാവും. കുട്ടികളൊക്കെ രാവിലെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും ഒരു ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ സാഗറിൽ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഏട്ടൻ മാത്രം ബിരിയാണി ഒഴിവാക്കിയിട്ട് റൈസ്, മറ്റേ ഗീ റൈസ് മാത്രമാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് അമ്പട് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ആൾ പുറത്ത് വന്ന് അത്രയും എപ്പോഴെങ്കിലും അല്ലേ പുറത്ത് വരുന്നത്, അതുകൊണ്ട് അത്രയും സന്തോഷത്തിൽ. പിന്നെ നേരെ നമ്മൾ വിട്ടത് ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിലോട്ടാണ്. പോകുന്ന വഴിക്ക് നമ്മൾ കിച്ചണിൽ കണ്ടിരുന്നു, കാരണം ആണ്ടിൽ അമാവാസിക്ക് വരുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. പിന്നെ അല്ലേ നമ്മുടെ വീടെന്ന് പറഞ്ഞതൊക്കെ ഉണ്ടോ, ഇതിങ്ങനെ തോട്ടങ്ങളുടെ നടുവിലാണ് നമ്മുടെ ഈ വീട് വരുന്നത് കേട്ടോ. അതിന് വീടുകളൊക്കെ ഉണ്ട്, ഇവിടെ അടുത്ത് നമുക്ക് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എത്താറായി. നമുക്ക് അടുത്ത് പിന്നെ 4-5 വീട് ഇങ്ങനെ അടുപ്പിച്ചുള്ളത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ വീട് ഇത് അടുത്തും കൂടി കിടക്കുകയാണ്. കാരണം ഏട്ടൻ ഇന്നലെ വന്നു, നമുക്കെല്ലാം ചെയ്തിട്ടാണ് കേട്ടോ ആൾ എന്നെ വിളിക്കാൻ വേണ്ടി വന്നത്. കാരണം പൊടിയും ഇതൊക്കെ ഉണ്ടാവും, അപ്പോൾ എല്ലാം ചെയ്തിട്ടാണ് ആൾ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അവിടെ അപ്പോഴേക്കും നല്ല ഉറക്കത്തിലാണ് കേട്ടോ. വരുന്ന വഴിക്ക് ആൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആളും ഫുള്ള് മേലൊക്കെ വെള്ളമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വീടെത്തി, കാരണം അതിനിടയിൽ കിച്ചു ഇവിടെ എത്തി. പിന്നെ നമ്മൾ വീട്ടിൽ കയറി നോക്കി, കാരണം പൊടിയും എല്ലാം ആൾ ക്ലീൻ ചെയ്തിട്ടാണ് എന്നെ വിളിക്കാനായിട്ട് വന്നത്. ഇതാണ് കേട്ടോ എൻ്റെ റൂം. അപ്പോഴേക്കും എല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അതിന് പെർഫെക്റ്റായിട്ടാണ് ആൾ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് കേട്ടോ. റൂമൊക്കെ അത് ബെഡ്ഷീറ്റൊക്കെ കുറഞ്ഞ ആൾ ഒന്നും കൂടി എനിക്ക് ക്ലീൻ ചെയ്ത് വിരിച്ച് തരുന്നുണ്ട്. പിന്നെ ആളതെ വൈകുന്നേരം, കാരണം ഞങ്ങളുടെ എത്തുമ്പോൾ അത്ര സമയമായല്ലോ. അപ്പോൾ നേരെ ചായ വയ്ക്കാനായിട്ട് പോയിട്ടോ. അതിനിടയിൽ ഓരോ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അത് ഒതുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാം അത്രയും ക്ലീൻ ചെയ്തിട്ടാണ് ആൾ ഓരോന്ന് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ആൾ കുറച്ച് നേരം കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അപ്പുറത്തുനിന്ന് അമ്മയും എല്ലാവരും വന്നപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ആൾ സ്ഥലം മറേൻ്റെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാനിവിടെ ലാസ്റ്റ് വന്നത് വിഷുവിൻ്റെ സമയത്താണ് കേട്ടോ. അപ്പം അന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരും മനസ്സിലാവാൻ തുടങ്ങിയില്ലേ. കാരണം 1 വയസ്സ് കഴിഞ്ഞ് 1 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ